Dear friends, welcome back to bcom education. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനിയുടെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും കമ്പനി ഡെഫിനിഷൻ ചെയ്യുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 മുമ്പുള്ള, ഫോർ എക്സാമ്പിൾ 1956 കമ്പനീസ് ആക്ട് പ്രകാരമോ അതിനു മുമ്പുള്ള ബ്രിട്ടീഷ് റൂളിലെ ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കമ്പനികളെയും കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ നിയമപരമായിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു വോളണ്ടറി ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ അത്ര കോംപ്രിഹെൻസീവ് അല്ലാത്തതുകൊണ്ട് തന്നെ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് എക്സാമിന് കുറച്ചും കൂടി വിപുലീകരിച്ച് കമ്പനിയുടെ ഡെഫിനേഷൻ എഴുതുന്നതിന് വേണ്ടി നമുക്കൊരു കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നോക്കാം. വളരെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എച്ച് ഹാനയുടെ എ കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ which is an artificial person created by law having a separate entity with a perpetual succession and a common seal. അപ്പോൾ അവിടെ പറയുന്നുണ്ട് കമ്പനി ഒരു ഇൻകോർപ്പറേറ്റഡ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള അസോസിയേഷനാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, പെർപ്പച്വൽ സക്സഷൻ തുടർച്ചയായിട്ടുള്ള കമ്പനിക്ക് ഒരു ബിസിനസ് ഓപ്പറേഷൻ തുടർച്ചയായിട്ടുള്ള ഓപ്പറേഷനുള്ള സ്ഥാപനമാണ്, അതുപോലെ തന്നെ കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ട് തുടങ്ങിയ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു ഡെഫിനിഷനാണ് എച്ച് ഹാനെ തരുന്ന എ കമ്പനീസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിംഗ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് എ പെർപ്പച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. അപ്പോൾ ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ ഫീച്ചേഴ്സ് ഓർ characteristics of a company or advantages of incorporation or significance of incorporation പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ഇൻകോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്നാണ്. കമ്പനി എന്ന് പറയുന്ന ഒരു ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഈ കമ്പനി മസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഓർ രജിസ്റ്റേർഡ് അണ്ടർ ദി റെലവൻറ്റ് പ്രിവിഷൻസ് ഓഫ് ദി പ്രിവലൻറ്റ് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന ഏതാണോ കമ്പനീസ് ആക്ട് അത് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ എപ്പോഴാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ രജിസ്റ്റർ ചെയ്യുന്ന സമയം മുതൽ അതൊരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് മാറുകയാണ്. ഇറ്റ് ഈസ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് വോളണ്ടറി അസോസിയേഷൻ ദാറ്റ് ക്രിയേറ്റ്സ് എ കമ്പനി. രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി കമ്പനി എന്താണ്, ഒരു ലീഗൽ പേഴ്സണാലിറ്റി ലഭ്യമാവുകയാണ്. ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്നുള്ള ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ഫോർ association or partnership which have more than 20 members carrying in any business activity. ഏത് ബിസിനസ് ആക്ടിവിറ്റി ചെയ്താലും 20 അതിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തിരിക്കണം, അവിടെ ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള. ബട്ട് ഇൻ കേസ് മറ്റേ എക്സെപ്ഷൻ കേസ് പറയുന്നുണ്ട്, ബാങ്കിങ് അല്ലെങ്കിൽ അതുപോലെയുള്ള ബിസിനസ്സാണ് കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 മെമ്പർ ഉള്ളെങ്കിൽ കൂടിയും കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നോർമൽ ബിസിനസ് ആണെങ്കിൽ 20 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ബാങ്കിങ് കമ്പനീസ് ആണെങ്കിൽ 10 മെമ്പേഴ്സ് ഓർ മോർ ഉണ്ടെങ്കിൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി കമ്പനിക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സണാലിറ്റി ലഭ്യമാവുകയാണ്. കമ്പനി ഈസ് എക്സിസ്റ്റ് ഇൻ ദ ഐസ് ഓഫ് ലോ. ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ കൂടിയും, അതായത് സാധാരണയായിട്ട് ഒരു മനുഷ്യൻ്റെ ഫിസിക്കോ മൈൻഡോ അല്ലെങ്കിൽ മൈൻഡ് സെറ്റോ ഒന്നും ഇല്ലെങ്കിൽ കൂടി കമ്പനിക്ക് ഒരു നിയമത്തിന് മുമ്പിൽ ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സണാലിറ്റി എന്നുള്ള കൺസെപ്റ്റാണ് കിട്ടുന്നത്. കമ്പനി നിയമത്തിൻ്റെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ട് നിലനിൽക്കും. കമ്പനിക്ക് പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനും വാലിഡ് കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യുന്നതിനും കോമൺ സീല് ഉപയോഗിച്ചുകൊണ്ട് സൈൻ ചെയ്യാനും കമ്പനിക്കുള്ള അധികാരവും ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന കൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. ദിസ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ഈസ് ഇമ്മോർട്ടൽ ഇൻ ദ സെൻസ് ദാറ്റ് എ കമ്പനി കാനോട്ട് ഡൈ അൺലെസ് അൺടിൽ ഇറ്റ് ഈസ് ബൗണ്ട് അപ്പ് ബൈ ലോ. കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിയമപ്രകാരമാണ്, കമ്പനി ഡിസോൾവ് ചെയ്യുന്നതും നിയമപ്രകാരം. അതൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് അത് വൈൻഡ് അപ്പ് ചെയ്യപ്പെടുന്നതും എല്ലാം നിയമപ്രകാരമാണ്. അപ്പോൾ നിയമപ്രകാരം മാത്രമേ കമ്പനിയെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സ്
ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ ആര് തന്നെ മരണപ്പെടുകയോ ഇൽനെസ് സംഭവിക്കാനോ എന്ത് തന്നെ സംഭവിച്ചാലും കമ്പനി നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സണാലിറ്റിക്ക് കമ്പനിക്ക് നൽകുന്നത് നിയമപ്രകാരമാണ്. അപ്പോൾ കമ്പനി ക്രിയേറ്റഡ് ബൈ ലോ, കമ്പനി ഇസ് ഡിസോൾവ്ഡ് ബൈ ലോ എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് വൺ, ഇൻഡിപെൻഡൻസ് ഓർ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. Section 34 subsection 2 lays down that from the date of incorporation a company shall be a body corporate by the name contained in the memorandum. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 34 സബ്സെക്ഷൻ 2 പ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ സമയം മുതൽ കമ്പനിയുടെ പേര് എന്താണോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നെയിം ക്ലോസിൽ കൊടുത്തിട്ടുള്ള പേര് അത് പ്രകാരം കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് ബോഡി ലഭ്യമാവുകയാണ്. Thus the corporate body of a company immediately capable of functioning as an incorporated individual existing independent and separate from its members who compose it of it. അതായത് മെമ്പേഴ്സ് വോളണ്ടറി അസോസിയേഷനായിട്ട് മെമ്പേഴ്സാണ് കമ്പനി ഫോം ചെയ്യുന്നതെങ്കിലും കമ്പനിക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിലനിൽപ്പുണ്ട്. സ്വതന്ത്രമായിട്ടും സെപ്പറേറ്റ് ആയിട്ടും ഒരു നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണവും നിലനിൽപ്പും കമ്പനിക്ക് ഉണ്ട്. കമ്പനി നിയമത്തിൻ്റെ മുമ്പിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമായിട്ട് തന്നെ നിലനിൽക്കും എന്നത്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എൻറ്റിറ്റി ആൻഡ് നോ മെമ്പർ ക്യാൻ എയ്തർ ഇൻഡിവിജ്വലി ഓർ ജോയിൻ്റ്ലി ക്ലെയിം ഓൺ ദാറ്റ് ഹീ ഈസ് ഇൻ ദ ഓണർ ഓഫ് ദ കമ്പനി ഡ്യൂറിങ് ദ എക്സിസ്റ്റൻസ് ഓർ ഓൺ ഇറ്റ്സ് വൈൻഡിങ് അപ്പ്. കമ്പനിയുടെ ഓണറാണെന്ന് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോപ്പർട്ടി എൻ്റേതാണെന്ന് മറ്റൊരാൾക്കും പറയാൻ കഴിയില്ല. കാരണം കമ്പനിക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളിടത്തോളം കാലം കമ്പനിയുടെ എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും ഓണർ എന്ന് പറയുന്നത് കമ്പനി തന്നെ ആണ് എന്നുള്ളതാണ്. ദ ഹോൾ ബിസിനസ് then belongs to an institution because the entity of this enterprise becomes institutionalized, having a juristic personality entirely distinct from independent of the individual person who are called members. Members നിന്ന് വ്യത്യസ്തമായിട്ട് കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വവും അസ്തിത്വവും നിയമപരമായിട്ടുള്ള നിലനിൽപ്പും സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ പേഴ്സണാലിറ്റിയും എൻറ്റിറ്റിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് പറയുന്നത് മെമ്പറിൽ നിന്നും വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനം ആണ് എന്നുള്ളതാണ്. കമ്പനിക്ക് വാലിഡായിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യുന്നതിനും കമ്പനിക്ക് മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാനും കമ്പനിക്കെതിരെ മറ്റുള്ളവർക്ക് കേസ് കൊടുക്കാനും ഉള്ള, അതുപോലെ തന്നെ കമ്പനിക്ക് ലാബിലിറ്റി ഉണ്ടാക്കാനും പ്രോപ്പർട്ടി ഏൺ ചെയ്യാനും അക്വയർ ചെയ്യാനും കമ്പനിയുടെ പേരിൽ തന്നെ അക്വയർ ചെയ്യാനും കമ്പനിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാനും കമ്പനിയുടെ പ്രോപ്പർട്ടി വിൽക്കാനും ലോണുകൾ എടുക്കുന്നതിനുമുള്ള അധികാരവും നിയമപരമായിട്ടുള്ള പരിരക്ഷയും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം നൽകുന്നുണ്ട്. ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി ഓഫ് ദ കമ്പനി ആർ ഇറ്റ്സ് ഓൺ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി. കമ്പനിയുടെ അസറ്റും ലാബിലിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ പേരിൽ തന്നെയാണ് കാണിക്കേണ്ടത്. മെമ്പേഴ്സിന് അതിൽ യാതൊരു തരത്തിലുള്ള ക്ലെയിമും ഓണർഷിപ്പോ നൽകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് പേഴ്സണലി അവരുടെ പെയ്ഡപ്പ് ഷെയർ വാല്യൂ എത്രയാണോ അൺപെയ്ഡ് ഷെയർ വാല്യൂ എത്രയാണോ അതിൻ്റെ മാത്രമേ ലാബിലിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു ഫീച്ചറാണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. പെർപ്പച്വൽ സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് അതിൻ്റെ മെമ്പേഴ്സ് മരണപ്പെടുകയോ ഇൽനെസ് സംഭവിക്കുകയോ കമ്പനി വിട്ടുപോയാലും കമ്പനിക്ക് അതിൻ്റേതായ നിലനിൽപ്പുണ്ട്, ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട് കമ്പനിക്ക് എന്നുള്ളതാണ് പെർപ്പച്വൽ സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീൻസ് നെവർ എൻഡിങ് ഓർ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ആസ് സച്ച് എ കമ്പനി നെവർ ഡൈസ് ഓർ ഈസ് നെവർ ഇൻകാപ്പാസിറ്റേറ്റഡ് by physical mental illness. Its life does not depend on the life of its members. മെമ്പേഴ്സിൻ്റെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല കമ്പനിയുടെ നിലനിൽപ്പ് എന്നുള്ളതാണ്. മെമ്പേഴ്സ് മേ കം ഓർ ഗോസ് ഔട്ട് ബട്ട് കമ്പനി ഗോസ് ഓൺ ഫോർ എവർ. കമ്പനി എന്നും അതുപോലെ തന്നെ നിലനിൽക്കും. മെമ്പേഴ്സ് വരികയോ പോവുകയോ മരണപ്പെടുകയോ എന്തു തന്നെ സംഭവിച്ചാലും കമ്പനി നിലനിൽക്കും എന്നുള്ളതാണ്. പെർപ്പച്വൽ സക്സഷൻ നൽകുന്നത് അതിൻ്റെ ലീഗൽ എൻറ്റിറ്റിയും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റിയും ഐഡൻറ്റിറ്റിയും ഇൻഡിപെൻഡൻസും കാരണമാണ് അതിനൊരു പെർപ്പച്വൽ സക്സഷൻ നൽകുന്നത് എന്നുള്ളതാണ്. ദ കമ്പനി റിമൈൻസ് ഇൻ ദ എക്സിസ്റ്റൻസ് ഈവൻ ഇഫ് ഇറ്റ്സ് ദ ലാസ്റ്റ് മെമ്പർ ആൾസോ ലീവ്സ് ഇറ്റ് ആൻഡ് there remains no member of the company. അവസാന മെമ്പർ വിട്ടുപോകുന്നതുവരെയും കമ്പനിക്ക് എന്തുണ്ട്, അതിൻ്റേതായ നിലനിൽപ്പുണ്ട്. Thus the law creates the company and law alone can end it. നിയമപരമായിട്ട് സ്ഥാപിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് കമ്പനി. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് മാത്രമേ അതിൻ്റെ ഇല്ലാതെ ആക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലിക്വിഡേഷൻ്റെ എല്ലാ പ്രൊസീജിയറും, അതായത് വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറും ചെയ്യുന്നത് വരെ കമ്പനിക്ക് എന്തുണ്ട്, നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ്. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം.
ദെൻ അടുത്ത ഒന്നാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. കോമൺ സീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള ഒഫീഷ്യൽ സിഗ്നേച്ചർ ഉണ്ട്. ആ ഒഫീഷ്യൽ സിഗ്നേച്ചറിനെയാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ ഏജൻസ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയവർ ഏതെങ്കിലും തരത്തിലുള്ള കരാറുകളിൽ ഒപ്പിടുമ്പോൾ അത് കമ്പനിയുടെ വാലിഡ് കരാറായി മാറണമെങ്കിൽ കമ്പനിയുടെ സീൽ അഥവാ കോമൺ സീൽ കമ്പനിയുടെ സിഗ്നേച്ചർ വെച്ചിരിക്കണം എന്നുള്ളതാണ്. അതർവൈസ് അതായത് മാനേജിംഗ് ഡയറക്ടേഴ്സോ മറ്റു പേഴ്സൺസിലോ സൈൻ ചെയ്തിട്ട് കമ്പനിയുടെ സീൽ വെച്ചിട്ടില്ല എങ്കിൽ അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ട് മാറില്ല എന്നുള്ളതാണ്. ആസ് എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് ദെർഫോർ ഇറ്റ് ഹാസ് ടു ആക്ട് ഓൺലി ത്രൂ സെയിം ഹ്യൂമൻ ഏജൻസ് ദാറ്റ് ഈസ് പേഴ്സൺസ് നോൺ ആസ് ഡയറക്ടേഴ്സ്. കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓൾദോ സച്ച് ഡയറക്ടേഴ്സ് ആർ ദ ഏജൻസ് ഓഫ് ദ കമ്പനി യെറ്റ് ദേ ആർ നോട്ട് ദ ഏജൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ അവർ കമ്പനിക്ക് വേണ്ടി അവർ കമ്പനിയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കമ്പനിയുടെ ഓണേഴ്സായിട്ട് അവരെ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള. ഓൾ ദ കോൺട്രാക്ട്സ് ഓഫ് ദ കമ്പനി ആർ എൻറ്റേർഡ് ആൻഡ് ഓൾ ഇറ്റ്സ് ആക്ട്സ് ആർ പെർഫോംഡ് ത്രൂ ഇറ്റ്സ് ഏജൻസ്. Such formal contracts and acts are authenticated by affixing company's common seal to them. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും കരാറിലോ കോൺട്രാക്റ്റുകളിലോ കമ്പനിയുടെ പേഴ്സണൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു കോമൺ സീൽ വെച്ചെങ്കിൽ മാത്രമേ അത് കമ്പനിയുടേതായിട്ട് മാറുകയുള്ളൂ എന്നുള്ളൂ. സോ ദ കോമൺ സീൽ ഓഫ് എ കമ്പനി ഈസ് ഇറ്റ്സ് ഒഫീഷ്യൽ സിഗ്നേച്ചർ. കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സെപ്പറേറ്റ് പ്രോപ്പർട്ടിയാണ്. ആറാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് സെപ്പറേറ്റ് പ്രോപ്പർട്ടിയാണ്. കമ്പനിക്ക് സെപ്പറേറ്റ് പ്രോപ്പർട്ടി ഏൺ ചെയ്യുന്നതിനും അക്വയർ ചെയ്യുന്നതിനും കമ്പനിയുടെ സ്വന്തം പേരിൽ തന്നെ അത് യൂസ് ചെയ്യുന്നതിനും അത് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള അധികാരവും അർഹതയും ഉണ്ട് എന്നുള്ളതാണ്. ആസ് ദ കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ഇൻ ദ ഐസ് ഓഫ് ദ ലോ ഇറ്റ് ക്യാൻ therefore own, held, enjoy and dispose of property in its own name. Okay, thus the company becomes legal owner of its capital and assets and the shareholders neither the private nor the joint owners of the property. കമ്പനിയുടെ എല്ലാ അസറ്റ്സും ക്യാപിറ്റൽസും തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും കമ്പനിയുടെ സ്വന്തം ആണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് പാർട്ടീസ് അല്ലെങ്കിൽ ഓണേഴ്സ് ആണ് എന്ന് അവർക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈവൻ ദോ ദേ ആർ ദ മെമ്പേഴ്സ് ദേ കനോട്ട് ക്ലെയിം ആസ് ദ ഓണർ ഓഫ് സച്ച് പ്രോപ്പർട്ടി. ഓക്കെ, അവരുടെ കമ്പനിയുടെ പ്രോപ്പർട്ടിയുടെ ഓണറാണെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. ദ മെമ്പേഴ്സ് കനോട്ട് ക്ലെയിം ടു ബി ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി പ്രോപ്പർട്ടി. ദെൻ അടുത്ത പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. സെവൻത്ത് വൺ സെക്ഷൻ 82 ഓഫ് ദ കമ്പനീസ് ആക്ട് പ്രകാരം പറയപ്പെടുന്നത് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓർ അതർ ഇൻട്രസ്റ്റ് ഓഫ് എനി മെമ്പർ ഇൻ എ കമ്പനി ഷാൾ ബി മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫറബിൾ ഇൻ ദ മാനർ പ്രൊവൈഡഡ് ബൈ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി. സെക്ഷൻ 82 പ്രകാരം ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനിയിൽ പറയപ്പെട്ട പ്രകാരം കമ്പനിയുടേതായിട്ടുള്ള ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം അതിൻ്റെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സിന് കൃത്യമായിട്ട് മറ്റൊരാളുടെ സമ്മതമോ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, കമ്പനിയുടെ സമ്മതമോ ഇല്ലാതെ തന്നെ ആ ഷെയറും ഡിബഞ്ചേഴ്സും മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകാം. ഈ ഒരു ട്രാൻസ്ഫറബിലിറ്റിയിലൂടെ എന്ത് ചെയ്യാണ്, കമ്പനിക്ക് കുറച്ചുകൂടി ലിക്വിഡിറ്റി, അവരുടെ ഷെയറിന് ലിക്വിഡിറ്റി നൽകുകയും അതിലൂടെ കമ്പനിക്ക് കുറച്ചുകൂടി വാല്യൂ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വാല്യൂ നൽകുന്നത് എന്താണ്, ഷെയറും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും മറ്റു സെക്യൂരിറ്റീസും ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിയാണ്. ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പാർട്സ്. അതിലെ ഒരു പാർട്ടാണ് എന്ത്, ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയർ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് വിൽക്കാനും വാങ്ങാനും, ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാനും വാങ്ങാനും ഉള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. വിത്തൗട്ട് എനി പ്രയർ പെർമിഷൻ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ കമ്പനിയുടെ ഷെയർസ് വാങ്ങാനും വിൽക്കാനുള്ള അധികാരവും അർഹതയും അതിൻ്റെ ഉപഭോക്താക്കൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ്. ദെൻ മറ്റൊന്ന് പറയുന്നത് ലിമിറ്റഡ് ലാബിലിറ്റിയാണ്. എട്ടാമത്തെ ഫീച്ചറായിട്ട് വരുന്നത് ലിമിറ്റഡ് ലാബിലിറ്റി. ലിമിറ്റഡ് ലാബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലാബിലിറ്റി വരികയാണ് എങ്കിൽ ആ ലാബിലിറ്റി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എത്ര ഷെയർസിനാണോ അൺപെയ്ഡ് വാല്യൂസിന് മാത്രം സഫർ ചെയ്താൽ മതി. അതായത് കമ്പനിയുടെ മൊത്തം ലോസിന് അവർ പേഴ്സണലി ലയബിൾ അല്ല. അവർ അടയ്ക്കാത്ത സംഖ്യ അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള വാല്യൂ എത്രയാണോ അവർ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അതിന് മാത്രം അവർ ലയബിൾ ഉള്ളൂ. പക്ഷേ ഒരു ഗ്യാരണ്ടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മുഴുവൻ എമൗണ്ടും അവർ
കൊണ്ടുവരേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും ആവാം, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റിയും ആവാം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ എത്ര ഷെയർസ് ആണോ അവരുടെ കൈവശമുള്ളത് അതിൻ്റെ അൺപെയ്ഡ് വാല്യൂവിന് മാത്രമേ അവർക്ക് ലാബിലിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. An important advantage of carrying business under corporate form of enterprise is the enjoyment of limited liability facility. A company may limited by shares or guarantee. In a company limited by shares, the liability of its shares is limited to the extent of nominal value of shares held by him. If the shares are partly paid, the liability of members limited to the extent of unpaid value of such shares held by him. However, if the shares are fully paid, the shareholder holding such shares cannot be called upon it to any more amount to these shares. His liability in such case shall be nil. ഫുള്ളി പെയ്ഡ് ഷെയർസ് ആണെങ്കിൽ അവരുടെ ലാബിലിറ്റി നില്ലായിരിക്കും. പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ എത്രയാണോ അൺപെയ്ഡ് അതിന് മാത്രം എന്ത് ചെയ്താൽ മതി, അവർ എമൗണ്ട് കൊണ്ടുവന്നാൽ മതി എന്നുള്ളത്. ദെൻ മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പറയുന്നത് ഹ്യൂജ് ഫിനാൻസ് ആണ്. അപ്പോൾ ഹ്യൂജ് ഫിനാൻസ് വേണ്ട ഒരു ബിസിനസ് സ്ഥാപനം ആണ് എങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കാൻ കഴിയില്ല, സോൾ പ്രൊപ്പറേറ്റേഴ്സോ പാർട്ട്ണർഷിപ്പ് ഫോം ബിസിനസ്സുകളോ കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഫോം ഓഫ് ബിസിനസ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ ഏൺ ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മോർഗേജസ്, ഡിബഞ്ചേഴ്സ്, ലോൺസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്ന മണികൾ, ലെൻഡിങ് മണികൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കി ഹ്യൂജ് ഫിനാൻസ് ഉണ്ടാക്കി ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ഫോം ഓഫ് ബിസിനസ് ഇസ് മോർ സ്യൂട്ടബിൾ വെൻ ദേ റിക്വയർ ഹ്യൂജ് ഫിനാൻസ് എന്നുള്ളതാണ്. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെയും ന്യൂനതകൾ അല്ലെങ്കിൽ ലിമിറ്റേഷനിൽ നിന്നാണ് ഈ ഒരു കമ്പനി എന്നുള്ള കൺസെപ്റ്റ് റൈസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ 10th ആൻഡ് ലാസ്റ്റ് വൺ പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിനേക്കാൾ കൂടുതൽ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുന്നത് കമ്പനിയിലാണ്. അവിടെ ഒരു ലോവർ ലെവൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ ഓർ ഫങ്ഷണൽ ലെവൽ മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് ഓർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷനിൽ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയുള്ള ഡിഫറെൻറ്റുള്ള ഫങ്ഷണൽ മാനേജേഴ്സും കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിലൂടെ അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കാനും ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അങ്ങനെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഉണ്ടാക്കാനും കഴിയും എന്നുള്ളതാണ്. ദ പ്രൊഫഷണൽ മാനേജേഴ്സ് മേ ബി എംപ്ലോയിഡ് ആൻഡ് by any form of business organization, yet the corporate firm is more capable of attracting, maintaining professional managed cadre itself. അപ്പോൾ പ്രൊഫഷണൽ മാനേജേഴ്സിനെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഡിസിഷൻ ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉള്ളത് കോർപ്പറേറ്റ് ഫോം ഓഫ് ബിസിനസ്സിൽ മാത്രം ആണ് എന്നുള്ളത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് കോർപ്പറേറ്റ് ഫോം ഓഫ് ബിസിനസ്സിൽ മാത്രം ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള വാട്ട് ഈസ് കമ്പനി, ഡെഫിനിഷൻ ഓഫ് കമ്പനി, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻകോർപ്പറേഷൻ. തുടർന്നും നമ്മൾ കമ്പനി ലോയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. മറ്റു വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഡ്മിൻ നോളജ് അല്ലെങ്കിൽ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുക. താങ്ക് യു.